മാന്ത്രിക വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികൻ. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ ഇനിയും കാണാൻ പോകുന്ന അതിമനോഹരമായിരിക്കും. അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു വീഡിയോ, അതായത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തത് ജിഷ്ണുവാണ്. ശരിക്കും പറയാൻ ലൊക്കേഷനൊക്കെ നോക്കി വെച്ചു എന്നേ ഉള്ളായിരുന്നു. എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്കും ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട്, ഞാൻ ഈ ഇൻട്രോ പറയുന്നത് കുറച്ച് വൈകിയാണ് കേട്ടോ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇൻട്രോ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ല, മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഓരോ യാത്രയും വളരെ മനോഹരമായിട്ട് ആസ്വദിച്ച് പോകാൻ ശ്രമിക്കുക. ഓരോ യാത്രയും വളരെ മെമ്മറബിൾ മൊമെൻറ്റ്സ് സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% എങ്ങനെ എവിടെയൊക്കെ പോകാൻ സാധിക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 11 മണിക്ക് വന്നാൽ ഞങ്ങൾ അവിടെ ഏകദേശം 4 ലൊക്കേഷൻ കവർ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് 2 ലൊക്കേഷൻ കവർ ചെയ്ത് ഏകദേശം ഒരു 6 ലൊക്കേഷൻ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ വരുന്നവർക്ക് 100% 6 ലൊക്കേഷൻ കവർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നും നമ്മൾ നോക്കാതെ ഇങ്ങോട്ട് ചാടി കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് ട്രാവൽ ചെയ്ത് കോടയും കൊണ്ടിട്ട് പോകുന്നതല്ല. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന അത്രയും കാഴ്ചകളും കാണാൻ സാധിക്കുമെങ്കിൽ കണ്ടിട്ട് തന്നെ പോവുക. അതിനല്ലേ നമ്മൾ വരുന്നത്. ഓരോ യാത്രയും ഭയങ്കര മെമ്മറബിൾ മൊമെൻറ്റ്സ് ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം അതങ്ങനെയാണ്. അത് പോയി ഫീൽ ചെയ്യണം. ഈ ഒരു കോടമഞ്ഞ്, ആ ഒരു കോടമഞ്ഞൊക്കെ കടന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇനിയും പോകാനുണ്ട്. ഇനിയും പോകുന്ന വഴിക്ക് ശരിക്കുള്ള കോട വരാൻ പോകുന്നത്. അപ്പോൾ ജിഷ്ണു ഇപ്പോൾ ഒരു ചായ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. ശരിക്കും ഞാൻ ഇൻട്രോ പറയുന്നത് വൈൻഡപ്പ് പറയേണ്ട സമയത്താണ്. പക്ഷെ അത് പറയാൻ കാരണം വേറൊന്നുമല്ല, അവരൊരു ചായ മേടിച്ചിട്ട് ഇതിൻ്റെ ഒരു റീൽ അവൻ കണ്ടിരുന്നു. അപ്പോൾ അതുപോലെ അവന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് 2 ചായ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിച്ചിടുക. സോ കുറേ ആളുകൾ ഇപ്പോഴും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോടമഞ്ഞ് കയറിയാണ് പോകുന്നത് കേട്ടോ. ബൈക്കൊക്കെ കുറേ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൈക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ KL രജിസ്ട്രേഷൻ, TN രജിസ്ട്രേഷൻ, KA രജിസ്ട്രേഷൻ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നാളത്തെ നമ്മുടെ ട്രിപ്പും ഓൾറെഡി ഫിക്സ് ആണ്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ലൊക്കേഷൻ എങ്ങനെ പോയാൽ എങ്ങനെ കവർ ചെയ്യാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടേ പോകത്തുള്ളൂ. നിഖിലും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്പം റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിഖിലിനെ ഒന്ന് വിളിക്കണം. ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ ഇൻട്രോയുടെ കൂടെ തന്നെ ഞാൻ പറയാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് കരുതി വെച്ചിരിക്കണം. 2 ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം വളരെ കുറവാണ്. BSNL ഉള്ളവർക്ക് രക്ഷപ്പെടാം. പിന്നെയും 2 പറഞ്ഞാൽ വഴി ഇടാനായിട്ട് ഗൂഗിൾ മാപ്പ് കാണത്തില്ല. സോ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഒരു ഡാമിൽ പോകുന്ന വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ലൊക്കേഷൻ പോകുമ്പോൾ ശരിക്കും ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു ഗൂഗിൾ മാപ്പ് പോലും ഇട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ പോകുമ്പോൾ സംസാരം എന്തോ നാക്കിലൊരു കരട് വന്നാണ്. അപ്പം എന്തായാലും പോകുന്നവർ അങ്ങനെയൊക്കെ കുറച്ച് ചോദിച്ചൊക്കെ പോകും. ശരി, അതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. വഴി അറിയാത്ത നമ്മൾ ആളുകളോട് ചോദിച്ച് പോകുന്നു. ഗൂഗിൾ മാപ്പ് ഇടാൻ പറ്റത്തില്ല, ഫോട്ടോ വയ്ക്കാൻ പറ്റുന്ന, കുറച്ച് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. പക്ഷേ ഫസ്റ്റ് ലൊക്കേഷൻ തൊട്ട് കാണുക, വീഡിയോ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. കാണും മൊത്തത്തിൽ. ഹലോ ഗൈസ്, അങ്ങനെ 2 വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നേരെ താഴേക്ക് ഒരു 3.5 കിലോമീറ്റർ ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊരു ബോർഡ് വെച്ചേക്കുന്ന കാണാം. ആ ബോർഡിൻ്റെ അവിടുന്ന് നേരെ കൊച്ചിന് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക്, അതായത് കൊച്ചിന് പോകുന്ന വഴിക്കാണ് നമുക്ക് അടുത്ത നിയറായിട്ട് കിടക്കുന്ന ഒരു ഡാം കാണാനുള്ളത്. അതായത് സോളയാർ ഡാം അല്ലടാ, സോളയാർ ഡാം. മറ്റേ ഇവിടുത്തെ പാസ് വെച്ച് വേറെ ഒരു ഡാമും വേറൊരു ചോലയും കാണാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 2 മണിക്കൂറത്തെ ട്രാവൽ ഉണ്ട് അവിടേക്ക്. അത് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് 1 ഡേ ട്രിപ്പിൽ അത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ആ സോളയാർ ഡാം കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും വീഡിയോ റണ്ണിങ് ആണ്. അടിപൊളി സ്ഥലമായിരുന്നു. നല്ല വ്യൂ പോയിന്റും കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അല്ലേ വിഷ്ണു? കുറേ ആളുകളെ പരിചയപ്പെട്ടു. ചെന്നൈയിൽ നിന്നുള്ളവർ, നമ്മുടെ ആലപ്പുഴ എന്നുള്ളവർ, കോട്ടയത്ത് നിന്നുള്ളവർ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോട്ടെ. സമയം വളരെ കുറവാണ്. സന്തോഷമായ ഒരു ദിവസമാണ്. അടിപൊളിയായിട്ട് ട്രിപ്പ് മുന്നോട്ട് പോകുന്നു. എല്ലാവരും ഫുള്ള് കാണാം. നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഉപകാരപ്പെടും. ഓക്കെ. പിന്നെ ഇവിടെ ഗൂഗിൾ മാപ്പ് ഒന്നും കിട്ടത്തില്ല. സോ വഴിയിൽ കാണുന്ന പുറകെ കണ്ടില്ലേ, അതുപോലുള്ള ആളുകളോടൊക്കെ വഴി ചോദിച്ച് മനസ്സിലാക്കി പോവുക. വേറെ ഒന്നും കൊണ്ടല്ല, ഗൂഗിൾ മാപ്പ് കിട്ടാത്തതുകൊണ്ട് ഈ വഴിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ത്യമില്ലെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുപോലെ അങ്ങ് നിരപ്പായിട്ട് അങ്ങ് കടക്കുക. ഏകദേശം ഇനി ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് പോകാൻ? ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾ വഴി തെറ്റിയെന്നാണ്. ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. സോ ആളുകളോട് ചോദിച്ചു പോവുക. നമ്മൾ പോയാൽ നോക്കി കണ്ടു പോയാൽ നമുക്ക് കൊള്ളാം. അയ്യോ 2 വഴിയായി, ഇനി ഇങ്ങോട്ട് പോകാൻ അറിയത്തില്ല. ഒന്ന് പിടിച്ചാൽ പോകണം. ഈ വഴിയാണ് തോന്നുന്നു. ഐ തിങ്ക് അങ്ങനെ 2 നിഗൂഢമായ യാത്രയെന്ന് തന്നെ പറയാം. കാരണം ഒരു ഗൂഗിൾ മാപ്പ് പോലും എടുത്തില്ല. വഴി കണ്ട ആളുകളോട് മാത്രം ചോദിച്ച് അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തി. എന്തിയാ വെൽക്കം ടു കേരള. അവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇല്ലേ, പോയി കാണിച്ചിട്ട് വരാം അല്ലേ. വെൽക്കം ടു കേരള.
അപ്പോൾ പക്ഷേ നമ്മൾ കേരളത്തിലോട്ടല്ല പോകുന്നത്, നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലോട്ട്. നമ്മൾ കേരളത്തിൽ വന്നു, ഇതാണ് തമിഴ്നാട്ടിലോട്ട് പോകാൻ പോകുന്നത്. ഇതൊരു നേരെ പോകുമ്പോൾ സോളയാർ ഡാം. അപ്പോൾ അവിടെ സോളയാർ ഡാമിൽ പോയിട്ട് നമ്മൾ ഇതേ വഴി തന്നെയാണ് തിരിച്ച് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അടിപൊളിയാണ്, നല്ല വഴിയാണ്. സോ ഗൂഗിൾ മാപ്പ് ഒന്നും എടുക്കത്തില്ല, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു, വേണമെങ്കിൽ ആളുകളോടൊക്കെ ചോദിച്ച് ബൈക്കിന് വരുന്ന ആളുകൾ പോവുക. കാരണം നല്ല ഒരു ട്രാവൽ എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. കാരണം ഫോണില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്ത ഫീൽ ചെയ്യും. സോ നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഓക്കെ, അങ്ങനെ ഫൈനലി എല്ലാവരോടും ചോദിച്ചു ഞങ്ങൾ എത്തിയിരിക്കുന്നു. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളയാർ ഡാം. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം അവിടോട്ട് കയറുന്ന ആരൊന്നും കയറുന്നതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് ഭയങ്കര വലിയ ഡാമാണ് കേട്ടോ. ഡാമിൻ്റെ വലുതാണല്ലോ, സ്വാഭാവികം. എങ്കിലും കൊള്ളാം, വന്ന് ഇത് കാണാൻ പറ്റി. എൻ്റെ മണ്ടയ്ക്കൊന്ന് കയറിയുള്ള വ്യൂ കൂടെ കാണാൻ ആഗ്രഹമുണ്ട്. സോ അവിടോട്ട് എങ്ങനെ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഉച്ചയായേ ഉള്ളൂ. പക്ഷെ നല്ലപോലെ ചെവിയൊക്കെ അടയുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാണാനുണ്ട്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിനകത്ത് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറി കാണും, അല്ലെങ്കിൽ ഒട്ടനെ സ്കിപ്പ് അടിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാനാണ് തീരുമാനം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് സ്പോട്ട് സോളയാർ ഡാം. ഓക്കെ, അപ്പം മറക്കണ്ട, ഫസ്റ്റ് ആ വ്യൂ പോയിന്റ്, സെക്കൻഡ് ഇവിടെ. ഇതിനകത്ത് ഒരു തിരുത്തൽ വരും, അത് എപ്പോഴാണ് ഞാൻ ലാസ്റ്റ് പറയാം. കാരണം ഫുള്ള് വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയാം എവിടെയൊക്കെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളൊരു വലിയ പ്ലാനില്ലാതെ വന്നതല്ലേ. സോ ഇത് കണ്ടിട്ട് വരുന്ന ആർക്കും പ്ലാൻ ഇല്ലാതെ വരണ്ട, അടിപൊളി പ്ലാനായിട്ട് തന്നെ വരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദൈവമേ, ആടൊക്കെ വന്ന് കീഴ നോക്കുന്നു. ഈശ്വരാ, നമ്മളെ പോടാ 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 പറഞ്ഞു വിട്ടേ. അപ്പോൾ ഓക്കെ, അപ്പോൾ പോയി നോക്കട്ടെ ഗൈസ്. അങ്ങനെ ഇവിടെ വന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു, പക്ഷെ നടക്കത്തില്ല. സംഭവം വേറൊന്നുമല്ല, പണി നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ എങ്കിലും വന്നു കണ്ടു. ഇനി അപ്പോൾ അടുത്ത എന്തായാലും നമ്മൾ വരും. അവിടെ ഒരു KL08 ബസ് വന്നിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം, മലയാളികളെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം. പക്ഷേ ഒരു ബൈക്ക് റൈഡിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ എപ്പോഴാണ് അറിയോ, നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെ ബൈക്കേഴ്സും വരുമ്പോൾ അവരോട് സംസാരിച്ച് അവരെങ്ങോട്ടാണ്. ഞങ്ങളിവിടെ പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് കുറേ കൊടൈക്കനാലുകാരെ കണ്ടിരുന്നു. അവർ കൊടൈക്കനാൽ, ഞങ്ങൾ ഇവിടേക്ക്. പക്ഷെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇവിടോട്ടും മലയാളീസ് വന്നിട്ടുണ്ട് കേട്ടോ, അവരെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലംകാർ, ആലപ്പുഴക്കാർ, കോട്ടയംകാർ. ഒരു ബൈക്കിലുള്ള ട്രാവൽ വളരെ വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യുന്നു എന്നതിൽ ഒരു കാര്യവുമില്ല. എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ എത്രത്തോളം ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ്. ചിലപ്പോൾ സോളോ പോകുന്നവരാണ്, പെയറായിട്ട് പോകുന്നവരാണ്, ഇല്ലെങ്കിൽ സ്കൂൾ ട്രിപ്പ്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് സെക്കൻഡ് സ്പോട്ട്, സോളയാർ ഡാം. ഓക്കെ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, വേറൊന്നുമല്ല. ഞങ്ങൾ ശരിക്കും മൂന്നാമത്തെ ലൊക്കേഷനിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ, വാൽപ്പാറയ്ക്ക് വീണ്ടും പോകാൻ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് വഴിയാണ് നമ്മൾ പോകുന്നത്. അതായത് ആ പോകുന്ന വഴി തന്നെയാണ് സോളയാർ ഡാമിൻ്റെ ടോപ്പിൽ കുറച്ച് നമുക്ക് എൻട്രി നടത്താൻ സാധിക്കും. സോ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പോകുന്ന മോശമല്ലേ, അല്ലടെ വിഷ്ണു? കാണാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം ഒരിടത്തോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിരിക്കണം, കണ്ടില്ലെങ്കിൽ വിഷയമാണ്. സോ നമ്മൾ കണ്ടിട്ട് അടിപൊളിയാണ്. സ്പോട്ട് നമ്പർ 2 നല്ല വ്യൂ ആണ്, കാണിച്ചു തരാം. ഇതാണ് സോളയാർ ഡാം. ഇതിൻ്റെ താഴെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ കാണിച്ചു തന്നത്. കോട നല്ലപോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ മലയാളീസ് ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലും കൊള്ളാം. ഇതാണ് സോളയാർ ഡാം. നമ്മുടെ ലഗേജ് എല്ലാം തൂക്കി നടക്കുന്ന വിഷ്ണുവാണ് കേട്ടോ, പാവം പിടിച്ചവൻ. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് വൈൻഡപ്പ് പറയുകയാണ്. ലൊക്കേഷൻ നമ്പർ 3 ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ മൂന്നാമത്തെ ലൊക്കേഷൻ ഇവിടെയുള്ള ചെറിയൊരു ബോട്ടിംഗ് സംവിധാനമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ പേര് ഞാൻ പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല, വിട്ടുപോയി. വരുന്ന വഴിക്ക് അതിൻ്റെ ബോർഡൊക്കെ കണ്ടിരുന്നു. സമയം കുറവായതുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങുന്നില്ല അല്ലടാ. ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് നൈസൊരു വ്യൂ കണ്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്ന ചെറിയ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേന് 3 മണിയായി. ശരിക്കും പറഞ്ഞാൽ രാവിലെ ആഹാരം കഴിച്ചിരുന്നു, ഉച്ചക്കത്തെ ആഹാരം ഇതുവരായിട്ടും കഴിച്ചില്ല. സോ വാൽപ്പാറയിൽ ചെന്നിട്ട് വേണം ആഹാരം കഴിക്കാൻ. ഇവിടെ വലുതായിട്ട് വേറെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ വരുന്നവർ കയ്യിൽ ലിക്വിഡ് ക്യാഷ് കരുതുക. അത് ഞങ്ങൾക്ക് പറ്റി വലിയ അടിയായിപ്പോയി. ആകെ ഒരു 500 രൂപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കൈ കരുതി അല്ലടാ. അത് എൻ്റെ അല്ല, അവൻ്റെ അല്ലേ. എൻ്റെ ഫോൺ പേക്കകത്ത് പറഞ്ഞ് പൈസ ഒത്ത കൊടുത്താവനാണ്. ഇനി അവിടെ ഞങ്ങൾ ഇനി പൊള്ളാച്ചി എന്നിട്ട് വേണം ക്യാഷ് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതുണ്ട്, ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ, അതിനൊക്കെ അവസരമുണ്ട് ഗൈസ്. അതിനൊക്കെ അവസരം ഉണ്ട് ഗൈസ്. അത് വല്ലാത്തൊരു അവസരമാണ്. അതവിടെ നിൽക്കട്ടെ. ഇതുണ്ട്, അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട്, കാണുന്നില്ലേ?
അപ്പം ഇതാണ് മൂന്നാമത്തെ സ്പോട്ട്. ഇനി നാലാമത്തെ സ്പോട്ടിലോട്ട് ഇന്ന് പോകാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇപ്പോഴേ ഇവിടെ 3 മണിയായപ്പോൾ നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി ഭയങ്കര റിസ്ക് ഉള്ളൊരു വഴിയാണ്. കാരണം വന്നപ്പോഴേ കണ്ടില്ലേ ഭയങ്കര, നമുക്ക് ഒട്ടപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല. ആ ഡാമിൻ്റെ തൊട്ടടുത്തൂടെ നമ്മൾ വരുന്നത്, താഴോട്ട് വലിയ ഒരു കുഴിയുള്ള രീതിയിലുള്ള ഭയങ്കര കൊക്കയെന്നൊക്കെ പറയത്തില്ല, അത്രയ്ക്ക് ആഴമുണ്ട്. സോ ഭയങ്കര റിസ്ക് ഉള്ള വഴിയാണ്. ഇവിടെ നിന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് പറ്റുകയാണെങ്കിൽ 4ാമത്തെ സ്പോട്ടൂടെ കാണിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി കുറച്ചുകൂടെ സ്പോട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ ഇവിടെ എത്ര സ്പോട്ട് കാണാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പോയതിനെ കൂടാതെ തന്നെ എങ്ങനെ പോകാൻ പറ്റും, എങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവും. അത് ഡിസ്ക്രിപ്ഷൻ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബൈക്കേഴ്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും, 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും 4ാമത്തെ സ്പോട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കട്ടെ, ഫോണിലൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. രാവിലെ കഴിച്ചിടത്ത് തന്നെ കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എന്താണ് അവിടെ കഴിക്കാൻ ഇപ്പോൾ ഉള്ളതെന്ന്, അല്ലേ വിഷ്ണു? അപ്പം അങ്ങോട്ട് പോയേക്കാം. ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, കാരണം ഇവിടെ മഴ തുടങ്ങി. അത് നമുക്ക് വലിയൊരു വള്ളിയാണ്. കാരണം നമുക്ക് ഏകദേശം ഒരു 50, 55, 60 കിലോമീറ്ററിനടുത്ത് തന്നെ നമുക്ക് ചുരം ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തന്നെ ഞങ്ങൾ ഇറങ്ങും. മഴ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ ഒരു 3 സ്പോട്ട് കണ്ടു. ഇവിടെയാണ് ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ, ആരിക് കഫേ. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ഫുഡാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ വീണ്ടും ഉച്ച കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ഫോണൊന്ന് ചാർജ് ചെയ്യണം, അതുകൂടെ തന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം. അടുത്ത ഇവിടുത്തെ ആൻറ്റിയോട് തന്നെ ചോദിക്കാം എങ്ങോട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു എഗ്ഗുണ്ട്, പിന്നെ സലാഡ്, ഗ്രേവി. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഓക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇനിയും ഉച്ചക്കത്തെ എന്താ നോക്കട്ടെ. അങ്ങനെ മഴ മാറിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റുന്ന കളർഫുൾ വ്യൂ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇൻസ്റ്റാ പേജ് തപ്പിയപ്പോൾ ഞങ്ങളൊന്ന് കണ്ട ഒരു ഫോട്ടോ ആണ്. അപ്പോൾ എന്തായാലും ആ ഫോട്ടോ ഉള്ള ആ ഒരു ഫ്രെയിം എന്തായാലും കാണണമല്ലോ. കാരണം കളർഫുൾ എന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അവിടേക്ക് പോവാം. അപ്പം ആദ്യം പോയ ലൊക്കേഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അതിന് ജസ്റ്റ് സ്ട്രെയിറ്റ് ആണ്. അതായത് വീഡിയോ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം വ്യക്തമായിട്ട്. അങ്ങനെ നമ്മുടെ 4ാമത്തെ സ്പോട്ടായ കൂളാങ്കൽ റിവറിലേക്കാണ് പോകുന്നത്. വാൽപ്പാറയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം വീഡിയോയിലൊരു റൈറ്റ് ടേൺ ചെയ്ത് പോയില്ല, ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. ആ പോകുന്നതിന് നേരെയുള്ള വഴി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്താൻ പറ്റും. ഇവിടെ മഴ വരെ ചാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, എന്താ അടിപൊളിയാ അല്ലേ? നല്ല ഫുള്ള് പച്ചപ്പ് എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പ്. അതിനിടയ്ക്ക് നടുക്കൂട് റോഡിലൂടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുകയാണ്. ആഹാ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഫുള്ള് ഫുള്ള് കേട്ടോ. ഞാനെന്റെ ഇഷ്ടമുണ്ട്. മഴയൊക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട്, നല്ല കാറ്റുണ്ട്. കുറെ ആളുകൾ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര സൗണ്ടിലാണ് പറയുന്നത്, കാരണം വണ്ടി ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ്. ഇത് ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് എത്ര കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറെ ഫാമിലി ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ടി എൻ കേട്ടോ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പും തിരക്കിലുമാണ്. നല്ല വ്യൂ ആണ് വെച്ചാൽ നല്ല വ്യൂ ആണ്. അത് അടിപൊളി രസമില്ലേ? ആ മഴക്കോളും കൂടെ വന്നുകൊണ്ട് ആഹാ, എന്താ പറയുക, അത്രയ്ക്ക് മനോഹരം. ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ആ കൂളാങ്കൽ റിവറിലേക്ക് ചെന്നിട്ട് ബാക്കി കാണാം. നമ്മൾ എന്തോ കാണാമെന്ന് അറിയാം. ചെറിയൊരു പുഴയാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ആ പുഴ നമ്മൾ കാണാൻ പോകുന്നത് ശരിയല്ലല്ലോ, അല്ലേ? അതാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഒരു അടിപൊളിയൊരു കേട്ടോ. സൂര്യകാന്തികള്, വഴിയോര കച്ചവടക്കാര്, അതുകൂടാതെ തന്നെ വിറകൊക്കെ എടുത്തോണ്ട് വരുന്നു. കൊള്ളാം, നല്ല സ്ഥലമാണ്. പറ്റുവാണെങ്കിൽ ഒന്ന് വരണം കേട്ടോ, മറക്കണ്ട. നല്ല സ്ഥലം വെച്ചാൽ നല്ല സ്ഥലം. പക്ഷെ ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ എനിക്ക് ഭയങ്കര ശോകമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ഇതാണെന്ന് തോന്നുന്നു കൂളാങ്കൽ റിവർ. ഇതാണോ റിവർ? അയ്യോ, ഇവിടെ റിവർ എന്ന പേരേ ഉള്ളൂ. അതേ കാശ് ഇത് തന്നെയായിരിക്കും റിവർ. ആളുകളൊക്കെ പോണ്ട്, റിവർ എന്നുള്ള പേരേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു തോടാണ്. എന്നാലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് നോക്കട്ടെ എന്താ സംഭവം. ഇത് റിവറല്ല, തോട്. കൂളാങ്കൽ തോട് എന്ന് വേണം നമുക്ക് പറയാം. നമ്മുടെ നാട്ടിലെ പുഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ഒരു തോട് മാത്രം. ഇതിന് ഇത് വളരെ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനെ ചെന്ന് കയറുന്ന വ്യൂ കണ്ടോ? അയ്യോ, അടിപൊളിയാണല്ലേ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തിരിച്ചിട്ട് പോവാം. ഫോട്ടോഷൂട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാവരും വ്യത്യസ്തമായ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അതിൻ്റെ അവിടെ അടുത്ത ഷൂട്ട് അവിടെ നടക്കുന്നു. ഈ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്, ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഭയങ്കര ഫോറസ്റ്റ് ആണ്. എന്തായാലും നമുക്ക് വണ്ടി തിരിച്ചിട്ട് കൂളാങ്കൽ റിവറിലേക്ക് പോകാം. എന്നാ വണ്ടി തിരിച്ചിട്ട് കൂളാങ്കൽ റിവറിലേക്ക് പോകാനോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂളാങ്കൽ റിവർ കാണാൻ പറ്റത്തില്ല, കൂളാങ്കൽ തോട് കാണാം.
കാരണം അത്രയ്ക്ക് വെള്ളം കുറവാണ് കാര്യമായിട്ടും. അല്ലൊരു സത്യമല്ലോടാ, ഭയങ്കര ശോകം വെച്ചാൽ ഭയങ്കര ശോകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് അടിപൊളി പ്രകൃതിയുടെ നല്ല മനോഹരമായ അടിപൊളി വിഷ്വൽസ് കാണാൻ പറ്റും. ഇവരാരാന്ന് പോലും ഹായ് ഹായ് ഹായ്. അതാണ് നമ്മള് എവിടെ ചെന്നാലും എല്ലാവരോടും അങ്ങ് പരിചയപ്പെടാ അല്ലേ. തെങ്കാശി തിരുനെൽവേലി. ഓക്കെ, വ്ളോഗാ. തെങ്കാശി എന്ന് വന്ന ടീംസാണ് കേട്ടോ ഇവര്. അപ്പോൾ അവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ വന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഈ റിവർ കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവിടുത്തെ ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് ശരിക്കും പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇവിടുന്നുള്ള വ്യൂ ഞാൻ ശരിക്കും കാണിച്ചു, അത്രയ്ക്ക് അടിപൊളി വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ ഒരു കാടാ ഇത് ഫുള്ള് ഈ ഒരു ഫോണിൽ കാണുന്നതിനെക്കാട്ടും ഒരുപാട് മനോഹരമാണ്. ഞാനിപ്പോൾ ഫോണിലാണ് സത്യം പറഞ്ഞാൽ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണത്തില്ല ചെസ്റ്റ് മൗണ്ടിൽ ഗോപ്രോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ജിഷ്ണു പനി പിടിച്ചെന്നൊക്കെ തോന്നുന്നു, എന്താ കിടന്ന് ചുമയ്ക്കും പറയുകയൊക്കെ ചെയ്യുന്നു. എന്തായാലും കൂളാങ്കൽ റിവറിൽ നമ്മൾ ഇറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കട്ടെ. അത് റിവറിന് എനിക്ക് ഇപ്പോഴും പറയാൻ തോന്നുന്നില്ല, ശരിക്കും പറഞ്ഞാൽ തോടാണ്. ഞങ്ങൾ നമ്മുടെ നാട്ടിലെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. എങ്കിലും നമ്മൾ അതിനെ അപമാനിക്കൊന്നുമല്ല. അതിന് റിവർ എന്നുള്ള പേരിരിക്കട്ടെ. ചിലപ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കാം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എന്തിനും ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അവിടെ നല്ല വാഗയൊക്കെ പൂത്തിപ്പോണ്ട് കൊള്ളാം. പ്രകൃതിയുടെ വിഷ്വൽ ബ്യൂട്ടി ആസ്വദിക്കണം താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കൂടാങ്കൽ പാറ, കൂടാങ്കൽ റിവർ. ഓക്കെ, അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ അവർ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക്. കാരണം നമ്മുടെ പഴയ ചാനൽ ഹാക്ക് ആയതിനു ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തിരിച്ചു വരണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരോട് അവർ എന്തായാലും ഹായ് ബ്രോ. എന്തിന് സതീഷ്. ഓക്കെ, അപ്പു പ്രകാശ്. ഓക്കെ, ഉങ്ങളുടെ നെയിം സർവണ്. ഹലോ. ഓക്കെ, ഇപ്പോഴേ അവർ ബിഗ് ഫാൻ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതിൽ. അപ്പോൾ ഇപ്പം നമ്മളെവിടെ ചെന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതാണ് വേണ്ടത്. കാരണം നമ്മുടെ ഫോളോവേഴ്സിനുപരി നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ അവരുടെ സ്ഥലത്തിന് പേരൊക്കെയാണ് കേട്ടോ വിളിച്ചു പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ തിരിച്ചു വരും, കംബാക്ക് നമ്മൾ നടത്തിയിരിക്കും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും ചെയ്യുന്ന ജോലിയെ നിർത്തിക്കൊണ്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ജോലി വിട്ടിട്ട് ഒരു പരിപാടിക്ക് ഞാൻ റെഡിയല്ല ഇപ്പോൾ. കാരണം എന്നെ ഫിനാൻഷ്യലി നല്ല സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ അവരുള്ളതുകൊണ്ടാണ്. നല്ല സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഏണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് വേറൊന്നുമില്ല. കൂളാങ്കൽ റിവർ കണ്ടു, എനിക്കങ്ങ് ബോധിച്ചു വല്ലാണ്ട്. അപ്പം വാൽപ്പാറ വരുന്നവർക്ക് കൂളാങ്കൽ റിവർ കാണാൻ വന്നു കഴിഞ്ഞാൽ നല്ല വിഷ്വലായിട്ടുള്ള തേയിലത്തോട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നതാണ്. അത് പ്രത്യേക കൂളാങ്കൽ റിവറിനെക്കാട്ടിലും അടിപൊളിയായിട്ട് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു റോഡ് കയറി വരുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു വ്യൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. സോ എന്തായാലും നിങ്ങൾ വരിക, കാണുക. ഇനിയും ഒരു സ്പോട്ടിലോട്ട് പോകണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. നല്ല മഴ വെച്ച് നല്ല മഴ വരുന്നുണ്ട്. സോ ചുരം ഇറങ്ങാൻ സമയമായി. ഏകദേശം 4 മണിയാവുന്നു. 3:50. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ ഈ സമയം 3:50 സോ നമുക്ക് ചുരം ഇറങ്ങേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ നേരെ വിടുകയാണ്. ജസ്റ്റ് നമ്മൾ വിടുകയല്ലേ, തിരിക്കുമല്ലേ, തിരിക്കുകയാണ്. ബൈ ചാൻസ് ആണ് ഞങ്ങൾ നേരത്തെ കോയമ്പത്തൂർ റീച്ച് ആകുകയാണെങ്കിൽ ഞങ്ങൾ ഇഷായോഗിലോട്ട് പോകും. അതല്ലെങ്കിൽ അവിടെ മാളിൽ എന്തെങ്കിലും കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. എന്തായാലും നമ്മൾ പൊള്ളാച്ചി താണ്ടുന്നതോടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഗുഡ് ബൈ പറഞ്ഞ് അടുത്തൊരു വീഡിയോയിലോട്ട് പോകും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കാണിക്കാൻ മറന്നുപോയ കുറച്ച് കാഴ്ചകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും വാൽപ്പാറയിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങൾ. സോ അത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് വെയിറ്റ്, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. വണ്ടി നല്ലപോലെ ഓൾട്ടർ പെട്രോൾ അഡീഷൻ അടിച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല പെട്രോൾ അടിച്ചിട്ടേക്ക്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും കരുതി വെച്ചിരിക്കണം. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പെട്രോളോ കാര്യം ഒന്നും കാണത്തില്ല. ബൈ ചാൻസ് എന്തെങ്കിലും ഇഷ്യൂ ആയിക്കഴിഞ്ഞാൽ ഉള്ള ടെൻഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്രോൾ അടിച്ചിട്ടത്. അപ്പോൾ എന്തായാലും ഇനി നേരെ ഇവിടുന്ന് പൊള്ളാച്ചി ചെന്നിട്ട് കോയമ്പത്തൂർ ഏകദേശം മൊത്തം ഒരു 120 കിലോമീറ്ററിനടുത്ത് ഇവിടുന്നുണ്ട് നമ്മുടെ, അതായത് ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം വരെ. അപ്പം എന്തായാലും അടുത്ത ലൊക്കേഷനിലോട്ട് പറ്റുമോ നോക്കട്ടെ പോകാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമം വെച്ചാൽ ആ ഡ്രോണിലെ ഫോട്ടോ കണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും അതിന് കാരണം ഞാനല്ല, ആ നിൽക്കുന്ന നാശം പിടിച്ചതാണ് നമ്മളെ പന്നി. അവൻ ഒറ്റയൊരുത്തരാണ്, അവനാണ് എന്നെ മോഹിപ്പിച്ച് ആ വ്യൂ കാണിക്കാന്ന് പറഞ്ഞത്. അവസാനം അവൻ തന്നെയാണ് എന്നോട് പറയുന്നത് അത് ഡ്രോൺ വ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ ഒരു വ്യൂ കാണാൻ വേണ്ടി. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഡ്രോണിലെടുത്താണെങ്കിലും വൈകാതെ നമ്മൾ ഡ്രോൺ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ ആ ഒരു വ്യൂ ഒക്കെ കാണാം. ആദ്യം എടുത്ത് ക്യാമറയുടെ കടവും തീർക്കട്ടോ. ഏതാ അല്ലടാ വിഷ്ണു, ആദ്യം എടുത്ത ക്യാമറയുടെ കടവ് തീർക്കട്ടെ. അവൻ EMI അത് ഇന്ന് അവനൊരു EMI അടച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോളിങ്ങിലാണ് ശരിക്കും പറയാൻ ഓടുന്നത്. പിന്നെ കുറേ സൗഹൃദം ഞാൻ പറഞ്ഞത് എൻ്റെ ഇപ്പോഴത്തെ റണ്ണിങ്ങിൻ്റെ മൊത്തം കാരണം എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാൽ അവരോട് മതിയാകത്തില്ല. കാരണം കംബാക്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇൻക്ലൂഡിങ് വൈശാഖ്, ജിഷ്ണു,
പിന്നെ അയാളുടെ പേര് പറയുന്നത് അയാൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവർ 3 പേരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്താണ് ഞാൻ ക്യാം എടുക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിൽ. അത് ഞാൻ പറയത്തില്ലടാ നിങ്ങൾ അതിൻ്റെ അതൊന്നുമല്ല ഗൈസ്, അതൊന്നുമല്ല. അവൻ ചുമ്മാ എന്താ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് കാരണം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക, ഇഷ്ടപ്പെടണം. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നല്ല നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുവരും, അവർ വിട്ട് കളയത്തില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചതാണ്, എൻ്റെ സുഹൃത്തുക്കളുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എനിക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നതോട്ടെ, ഇല്ലേ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഹെൽത്ത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇതേ പുറകെ നിൽക്കുന്ന ആ എണ്ണം കെട്ടവനും പിന്നെ വൈശാഖും അവന്മാർ 2 പേരും വരും. എനിക്ക് ഉറപ്പാണ്, വേറെ ആരും വന്നില്ലെങ്കിലും. കാരണം ഞാൻ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവർ മാത്രമല്ല, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഓരോ ജില്ലയിലാണെങ്കിൽ പോലും എനിക്കൊരു ആവശ്യം വന്ന് വിളിച്ച് കഴിഞ്ഞാൽ വരാനുള്ള സുഹൃത്തുക്കളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കോട്ടയത്തെ ഇച്ചാബിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവന് ഒരു വിളി വിളിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഒരു പയ്യനാണ്. അങ്ങനെ കുറേ ആളുകൾ, എല്ലാവരുടെ പേരെടുത്ത് പറയാനുള്ള സമയമില്ല. എനിക്ക് വലിച്ചു നീട്ടിങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര താല്പര്യമാണ്, സത്യം പറയാമല്ലോ. കാരണം സംസാരിച്ച് 10 പേരോട് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വലിച്ചിട്ട് നമ്മൾ വീണ്ടും പോയില്ല. കോട നല്ലപോലെ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ തണുപ്പും വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെറുക്കെ മൂവ് ചെയ്യാം അല്ലേ. വന്നിട്ട് കൂളാങ്കൽ റിവറിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയാണോ? അല്ല, വന്നതുകൊണ്ട് മാത്രം കൂളാങ്കൽ റിവറിൽ ഞാൻ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അല്ല, കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ ശരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടാൻ ഗൈസ്. കാരണം ഞാൻ ആ വ്യൂ കാണിച്ചു തരാം. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഈ കൂളാങ്കൽ എന്ന് പറയുന്ന ഈ കല്ലുകൾ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആണെങ്കിൽ നല്ല കാര്യമായ വെറൈറ്റി പേരാണ് കൂളാങ്കൽ. അങ്ങോട്ടൊക്കെ കുറേ ആളുകളൊക്കെ നടന്നു പോയിട്ടുണ്ട്, അവിടെ വരെയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ വ്യൂ കാണിച്ചത് ഇതാണ് കണ്ട, ഇതാണ് കൂളാങ്കൽ റിവർ. നമ്മൾ വന്നിട്ട് ഇനി ഇറങ്ങിയില്ലെന്നുള്ള പേരുണ്ട്. കുറേ പോത്തുകളൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ. അതൊക്കെ വരുന്നതിന് നമുക്ക് സ്കൂട്ടാവണം. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ നമ്പർ 4 അല്ലേ, 4 ലൊക്കേഷൻ നമ്പർ 4 കൂളാങ്കൽ റിവർ. അതേ കൂളാങ്കൽ റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളമുണ്ട് കേട്ടോ. എന്താ നീ പറയാനുള്ള പറ. ഞങ്ങൾ പണ്ട് ചൂണ്ടിട്ട് മീനെ പിടിച്ച് കൊടുത്തില്ലെന്നാണ് ഇവൻ്റെ ഇപ്പോഴത്തെ പരാതി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചൂണ്ടിടാൻ പറ്റുമോടാ പറ. ആര് നിൻ്റെ പിതാവ് വരുമോ ഇവിടോട്ട്? താഴെ എങ്ങും പോവല്ലേ, അമ്മ വിശ്വസിച്ച് എന്നോട് വിട്ടേക്കുന്നത്. വന്നേ വാ ഫോട്ടോ ഒന്നും എടുക്കാൻ വയ്യ. വാ വേണം സെൽഫി എടുക്കാം. സെൽഫി എടുക്കണം, വീഡിയോ റെക്കോർഡിങ് എങ്കിലും കുഴപ്പമില്ല. ഗൈസ് അവൻ്റെ സെൽഫി എടുക്കണം, അത് നിങ്ങൾ ജസ്റ്റ് കണ്ടേക്ക്. അമ്മാരിപ്പോൾ തന്തയ്ക്ക് വിളിക്കും, കൈയൊക്കെ വെളിയിലിട്ട് കാണിക്കുന്നു. ആ തീയാനാണ്, കുഴപ്പമില്ല. അയ്യോ ജസ്റ്റ് കിട്ടേര്. നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല കോട വെച്ചാൽ 4:15 ആയതേ ഉള്ളൂ സമയം. അപ്പോഴത്തേനും ഇത്രയും കോട ഇറങ്ങി. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോട ഇറങ്ങുന്ന ലൊക്കേഷനിലോട്ട് എത്തിയിട്ടില്ല. അതിന് മുന്നെയാണ് ഇത്രയും. അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ അവർ പറയേണ്ട ആവശ്യമുണ്ടോ? എങ്കിലും കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിഷ്ണുവാണ് വണ്ടി ഓടിക്കുന്നത്. ജിഷ്ണുവിൻ്റെ പ്രോ റൈഡിങ് നല്ല ഇഷ്ടം. ജിഷ്ണുവിൻ്റെ ആൾട്ട് റൈഡിങ് നല്ല കോടയുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. 5ാമത്തെ ലൊക്കേഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ വാൽപ്പാറയുടെ ഒരു ലൊക്കേഷനായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ വാട്ടർഫോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട, ഗ്യാപ്പ് റോഡ്. അതായത് ഗ്യാപ്പ് റോഡ് എന്നാണ് ജിഷ്ണു പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവൻ്റെ വീഡിയോ കണ്ടിരുന്നു, പക്ഷേ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഗുണമില്ലായിരുന്നു. വീഡിയോ കണ്ട് അവിടെ പോകണം ഇവിടെ പോകണം കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ പോകണമെന്നും വരുമെന്നൊന്നും ഒരു വിവരം ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ പോട്ടെ കണ്ടോ, നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മളിപ്പോൾ ആ കോടയല്ലേ അവിടെ കഴിഞ്ഞാണ് വന്നത്. ഇനി ഇതിനെക്കാട്ടി കോട ഉള്ളിടത്തോടാണ് പോകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സൗണ്ടൊക്കെ ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ. അവിടെ ആയിട്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പം 5ാമത്തെ ലൊക്കേഷൻ വാട്ടർഫോൾ. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ചങ്കിൻ്റെ ജിഷ്ണുവിൻ്റെ ഫോട്ടോ എടുക്കണേ. പുള്ളി എടുത്ത ഫോട്ടോ അടിപൊളിയാണ് കേട്ടോ. ആ ലെൻസിൻ്റെയും ആ ക്യാമിൻ്റെയും നല്ല ബെനിഫിറ്റ് ആ ഫോട്ടോയിൽ കാണാൻ പറ്റും. ഞാൻ ആ ഫോട്ടോ കൊണ്ട് ഞാൻ ഭയങ്കര തൃപ്തനാണ് സത്യമായിട്ടും. അപ്പോൾ എന്തായാലും നല്ല ഫ്രെയിം, വിചാരിച്ചതിനായിട്ട് അടിപൊളി ഫ്രെയിമാണ്. സോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വേറൊന്നും കൊണ്ടല്ല, ഇനി അങ്ങോട്ടൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നല്ലപോലെ സൺലൈറ്റ് എല്ലാം പോയിട്ടുണ്ട്. ഈ ലാസ്റ്റായിട്ട് പോകുന്ന വഴി കാണുന്നൊരു വെള്ളച്ചാട്ടമാണ്. അത് അടിപൊളിയാണ്. കാരണം അവിടോട്ട് പോകാൻ പറ്റുമെന്നൊന്നും നോക്കിയില്ല, കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. അടുത്ത വീഡിയോ ഉടനാണ്. നാളെ ഇതിൻ്റെ ബാക്കി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ 2 ആയിട്ട് വരും അല്ലേ വിഷ്ണു? നാളെ ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേന് റൂമിൽ ചെല്ലുവാണെങ്കിൽ നൈറ്റ് അങ്ങനെ ഒരു 2 മണി ആകുമ്പോഴത്തേന് ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബാക്കിയൊക്കെ കണ്ടറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളുടെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക.
വാൽപ്പാറ നല്ലൊരു ലൊക്കേഷനാണ്, നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്, അടിപൊളി യാത്രയായിരിക്കും, മനോഹരമായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. അതെന്തായാലും നമുക്ക് അത് തിരുത്തി ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാം. സോ ഒരു ഷെയർ, ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. ഓക്കെ.